നമുക്ക് ഇന്നലെ എല്ലാവരെയും ആശങ്കപ്പെടുത്തിയ ഒരു വാർത്തയിലേക്ക് പോകണം. നമ്മുടെ തൃക്കാക്കര MLA വീണ് പരിക്കേറ്റ ഒരു വാർത്തയുണ്ട്. ആ വാർത്തയിലേക്ക് നമുക്ക് പോകാം. കലൂർ സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് MLA ICUവിൽ തുടരുന്നു. നിലവിൽ അപകടനില തരണം ചെയ്തിട്ടില്ല. ശ്വാസകോശത്തിനും വാരിയലിനും തലച്ചോറിനും പരിക്കുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പരിശോധിക്കുന്നത്. നൃത്തപരിപാടിയുടെ സംഘാടകർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. സ്റ്റേജ് നിർമ്മാണ കരാറുകാർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നു. കിരൺ, ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയെപ്പറ്റി എല്ലാവർക്കും ആശങ്കയുണ്ട്. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധന തുടരുന്നു. 10:30 മെഡിക്കൽ ബുള്ളറ്റിനും വരുമെന്നാണല്ലോ അറിയുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് കിരൺ? വിനോദ്, ഇന്നലത്തെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസ് ഇപ്പോഴും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. 24 മണിക്കൂർ ഇവരുടെ നിരീക്ഷണം തുടരും എന്നുള്ളൊരു കാര്യമാണ് ഇന്നലെ ഡോക്ടർമാർ അറിയിച്ചിരുന്നത്. ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നടക്കമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം എത്തുകയും MLAയെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഗുരുതരമായ ചില പരിക്കുകൾ, പ്രത്യേകിച്ച് തലയിലുണ്ട്, തലയോട്ടിക്ക് പരിക്കുണ്ട്, വാരിയൽ ഒടിഞ്ഞിട്ടുണ്ട്, ശ്വാസകോശത്തിനും പരിക്കേറ്റിട്ടുണ്ട്, മുഖത്തെ എല്ലിന് പൊട്ടലുകൾ ഉണ്ട്. ഇങ്ങനെ ഗുരുതരമായ ചില പരിക്കുകളുണ്ട് എന്നുള്ളൊരു കാര്യം ഇന്നലെ തന്നെ മെഡിക്കൽ ബുള്ളറ്റിൽ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ ആശുപത്രിയിൽ കൊണ്ടുവരുന്ന സമയത്ത് MLAയ്ക്ക് ബോധം ഇല്ലായിരുന്നു. മാത്രവുമല്ല, തലയിൽ രക്തസ്രാവം, ആന്തരികമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടായിരുന്ന അവസ്ഥയിലായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകുന്ന സമയത്ത് തന്നെ ഈ രക്തസ്രാവം തടയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ടുള്ള ശസ്ത്രക്രിയകളൊന്നും തന്നെ ഇന്നലെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇന്നലെ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നത്. എന്നിരുന്നാൽ പോലും ഈ പരിക്കുകളെല്ലാം തന്നെ ഗുരുതരമാണ്. അതുകൊണ്ട് തുടർന്നുള്ള നിരീക്ഷണമടക്കം ഉള്ള കാര്യങ്ങൾ തുടരേണ്ടി വരും എന്നുള്ളൊരു കാര്യം തന്നെ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും 24 മണിക്കൂറുള്ള നിരീക്ഷണം അത് ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് രാവിലെ 10:30 അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും എന്നുള്ളൊരു കാര്യമാണ് ഇന്നലെ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം 11 മണിയോടുകൂടി തന്നെ ഡോക്ടർമാർ മാധ്യമങ്ങളെ കാണും എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. MLAയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഡോക്ടർമാർ ഇന്ന് രാവിലെ 11 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നത്. ഏതായാലും MLA അപകടനില തരണം ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും ആരോഗ്യനിലയിൽ MLAയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നായിരുന്നു ഇന്നലെ ആശുപത്രി സന്ദർശിച്ച മന്ത്രി കെ രാജൻ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും ഇതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ സംഘാടകർ, അതായത് ഇന്നലെ കല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിയോടനുബന്ധിച്ച് ഇവിടെ ഈ പരിപാടി വേദിയിൽ വെച്ചായിരുന്നു MLAയ്ക്ക് ഈ അപകടം സംഭവിക്കുകയും പരിക്കേൽക്കുകയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ഈ പരിപാടിക്ക് മതിയായ സുരക്ഷകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ വേദിക്ക് പ്രാഥമികമായിട്ട് പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല വിനോദ്, നമുക്കറിയാം ഇങ്ങനെ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഒരുക്കേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം കയറി പോകുന്നിടത്തൊരു കൃത്യമായ കൈവരി പോലും, ബലമുള്ള ഒരു കൈവരി പോലും ഉണ്ടായിരുന്നില്ല. എടുത്തു മാറ്റാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു കൈവരിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഉമാ തോമസ് അവിടേക്ക് കയറുന്ന സമയത്ത് കസേരയിലേക്ക് ഇരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരം ഒരു അപകടം സംഭവിച്ചത് എന്ന് ഇന്നലെ നമുക്ക് മനസ്സിലായിരുന്നു. കിരൺ അവിടെ തുടരുന്നുണ്ട്. കിരൺ, നമുക്കറിയാം പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. സംഘാടകർക്കെതിരെ മാത്രമല്ല, ഈ സ്റ്റേജ് ചെയ്തെടുത്ത കരാറുകാർക്കെതിരെയും ഇപ്പോൾ കേസ് എടുത്തൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ നിയമ നീക്കങ്ങളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് അല്ലേ? ദേവിക, ഈ പ്രാഥമികമായിട്ടുള്ളൊരു നടപടിയുടെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഇന്നലെ തന്നെ നടത്തിയ പരിശോധനകളിൽ ഇത്തരത്തിലുള്ള ഈ സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നൃത്തപരിപാടിയുടെ സംഘാടകർ, ഒപ്പം തന്നെ സ്റ്റേജിൻ്റെ കരാറുകാർ എതിരെ അടക്കമായിട്ട് ഇന്നലെ പോലീസ് കേസെടുക്കുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയുടെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ തന്നെയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളിൽ, മുന്നൊരുക്കങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രാഥമികമായിട്ടുമുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ സ്റ്റേജ് 2 മീറ്ററിലധികം ഉയരമുള്ള സ്റ്റേജുകളാണെങ്കിൽ ഇതിൽ 1 മീറ്ററിലധികമുള്ള ബാരിക്കേഡുകൾ സ്ഥാപിക്കണം എന്നുള്ളൊരു നിർദ്ദേശമുണ്ടായിരുന്നു. ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നില്ല. ഈ സ്റ്റേജിൻ്റെ മുൻവശത്ത് റിബൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബാരിക്കേഡ് മാത്രമായിരുന്നു സ്ഥാപിച്ചിരുന്നത്. മാത്രവുമല്ല, നേരത്തെ ഈ സുരക്ഷാ ഏജൻസികളെ അറിയിച്ചിരുന്നത് ഈ സ്റ്റേഡിയത്തിലെ പുൽത്തകിടിയിൽ വെച്ചായിരിക്കും ഈ
പരിപാടി നടക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ പിന്നീട് അത് വേദിയിലേക്ക് മാറ്റുന്ന, ഉയരം കൂടിയ വേദിയിലേക്ക് മാറ്റുന്ന ഒരു കാര്യം അത് സുരക്ഷാ ഏജൻസികളെ അറിയിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഈ ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിൽ മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും ഫയർഫോഴ്സ് ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് DGPക്ക് കൈമാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കിരൺ, അതേപോലെ ഒരു കാര്യം, ഇതിന്റെ സംഘാടകർ ആരാണ്? എന്ത് പരിപാടിയായിരുന്നു? MLA ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണോ അതോ ആ പരിപാടിയിൽ അത് കാണുന്നതിന് വേണ്ടി എത്തിയതായിരുന്നോ? ഇതിന്റെ സംഘാടകർ ആരാണ്? എന്ത് പരിപാടിയായിരുന്നു? അത്തരം വിശദാംശങ്ങൾ കൂടി ഒന്ന് നൽകാമോ? വിനോദ്, ഈ പരിപാടി നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി നടത്തിയിരുന്ന ഒരു പരിപാടിയാണ്. 12,000-ഓളം നർത്തകർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു നൃത്ത പരിപാടി എന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഈ പരിപാടിക്ക് വേണ്ടിയായിരുന്നു MLA അടക്കമുള്ള ആളുകൾ എത്തിയിരുന്നത്. ഈ പരിപാടിയിലേക്ക് വിശിഷ്ട വ്യക്തികളായിട്ട് മന്ത്രിമാരടക്കമുള്ള ആളുകളും എത്തിയിരുന്നു. ഈ സമയത്തായിരുന്നു ഈ സ്റ്റേജിൽ നിന്ന്, അതായത് ഈ VIP-കൾ ഇരുന്നിരുന്ന സ്റ്റേജിൻ്റെ വശത്ത് നിന്ന് ഇത്തരത്തിൽ MLA താഴേക്ക് വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നത്. ഈ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ വേദിയിലേക്ക് വരുന്ന സമയത്ത് MLA എഴുന്നേറ്റ് ഇവരെ അഭിവാദ്യം ചെയ്തതിന് ശേഷം ഇരിപ്പിടത്തിലേക്ക് ഇരിക്കാനായിട്ട് പോകുന്ന സമയത്താണ് ഈ സ്റ്റേജിൻ്റെ മുൻവശത്തായിട്ട് അവിടെ മറ്റ് റിബണുകൾ ഒന്നും, അതായത് ബാരിക്കേഡോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, മറച്ച് വെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, റിബൺ മാത്രമായിരുന്നു കെട്ടിയിരുന്നത്. ഇതിലേക്ക് MLA കയറി പിടിക്കുകയും പിന്നീട് തെന്നി കാലുവഴുതി വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്റ്റേജിന് തന്നെ വലിയ രീതിയിലുള്ള ഉയരമുണ്ടായിരുന്നു, 15 അടിയോളം ഉയരമുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പ്രാഥമികമായിട്ടുള്ള ഇതിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഈ സ്റ്റേജിൻ്റെ നിർമ്മാണത്തിലടക്കം വലിയൊരു ക്രമക്കേട് നടന്നതായിട്ട്, അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ തന്നെയാണ് ഉള്ളത്. വിനോദ്, അതെ, അങ്ങനെ തന്നെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ കണ്ടതാണ്. 12,000 കുട്ടികളുമായി ദിവ്യ ഉണ്ണി പങ്കെടുക്കുന്ന ഒരു വലിയ നൃത്ത പരിപാടി, ഗിന്നസ് ലക്ഷ്യമിട്ട് ചെയ്ത പരിപാടിയാണ്. പക്ഷേ അവിടെ മതിയായ സുരക്ഷ ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. മാത്രവുമല്ല, ഇത്തരമൊരു അപകടം നടന്നതിന് ശേഷവും അവിടെ ആഘോഷപൂർവ്വമായി പരിപാടിയെല്ലാം തുടർന്നു എന്നുള്ള തരത്തിലെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്തകളും ദൃശ്യങ്ങളും എല്ലാം ഇപ്പോഴും വിവാദമായി തുടരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഉമാ തോമസിന്റെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. 10:30 പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തേക്ക് വരും. അതോടുകൂടി ഏതാണ്ട് ചിത്രങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.